ഞാൻ ഡോക്ടർ വിനീത ശ്രീകുമാർ, ഹോമിയോപ്പത്തിക് ഫിസീഷ്യനാണ്. ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാനിന്നിവിടെ സംസാരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞ പോലെ ഫാറ്റി ലിവറിനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം: മൈൽഡ്, മോഡറേറ്റ് ആൻഡ് സിവിയർ എന്ന്. ഓരോ സ്റ്റേജ് അനുസരിച്ചായിരിക്കും അതിൻ്റെ സിംറ്റംസ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരു മൈൽഡ് ഫോം ഓഫ് ഫാറ്റി ലിവർ ഉള്ള ഒരു വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള സിംറ്റംസ് പ്രസൻ്റ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. കാരണം വലിയ രീതിയിലുള്ളൊരു ലിവർ ഡാമേജ് അവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷേ മൈൽഡിൽ നിന്ന് മോഡറേറ്റ് ഫോമിലേക്ക് മാറിയിരിക്കുന്ന വ്യക്തികൾക്ക് ചെറിയ രീതിയിലുള്ള സിംറ്റംസ് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് വലിയ രീതിയിലൊരു ക്ഷീണം, അതായത് ഐ എം നോട്ട് ഫീലിംഗ് വെൽ എന്നെപ്പോഴും പറയുക, വലിയ രീതിയിലുള്ളൊരു ഫറ്റീഗായിട്ട് ഫീൽ ചെയ്യുക, ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത്. അതുകൂടാതെ വയറിൻ്റെ മുകൾ ഭാഗത്ത് വലതുവശത്തേക്ക് മാറിയിട്ട് ചെറിയൊരു വേദനയോ അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രിക് ഡിസ്കംഫർട്ടോ പോലെയൊക്കെ ആ വ്യക്തിക്ക് അനുഭവപ്പെടാം. ഇതാണ് ഒരു മോഡറേറ്റ് ഫോം ഓഫ് ഫാറ്റി ലിവറിൻ്റെ സിംറ്റംസ്. പക്ഷേ ഒരു സിവിയർ ഫോം എന്ന് പറയുമ്പോൾ ലിവറിന് വലിയ രീതിയിലൊരു ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് കൂടുതലായിട്ടുള്ള സിംറ്റംസ് ഉണ്ടായിരിക്കും. ആദ്യത്തെ സിംറ്റം എന്ന് വെച്ചാൽ വയറ് വീർത്ത് വരിക, അതായത് സ്വെല്ലിംഗ് ഓഫ് അബ്ഡമൻ. അതിൻ്റെ കാരണം വയറ്റിൻ്റെ അകത്ത് ഫ്ലൂയിഡ് നിറയുക, വെള്ളം നിറഞ്ഞു വരുന്നത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ വയറ് വീർത്ത് വരുന്നതായിട്ട് നമുക്ക് തോന്നുക. അതിനോടനുബന്ധിച്ച് ആ വ്യക്തിക്ക് വേദനയും വയറിൽ വേദനയും ഫീൽ ചെയ്യാവുന്നതാണ്. ഈ കണ്ടീഷൻ അഡ്വാൻസ് ചെയ്യുന്ന അനുസരിച്ച് ഈ വയറിലെ നീര് പതുക്കെ കാലുകളിലേക്ക്, ഫൂട്ടിലേക്കൊക്കെ നീര് വരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. സെക്കൻഡായിട്ട് സിംറ്റം എന്ന് പറഞ്ഞാൽ ദേഹത്തൊക്കെ സ്കിന്നിലെല്ലാം ഒരു ചൊറിച്ചിൽ ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ചൊറിച്ചിലിൻ്റെ കാരണം കൂടിയ അളവിലുള്ള ബിലിറൂബിൻ്റെ കാരണം കൊണ്ടാണ് വരുന്നത്. ഇനി ബിലിറൂബിൻ്റെ അളവ് കുറച്ചും കൂടെ കൂടി വരുന്നൊരു സാഹചര്യത്തിൽ ആ ഒരു വ്യക്തിക്ക് ചൊറിച്ചിൽ കൂടാതെ ഒരു യെല്ലോയിഷ് ഡിസ്കളറേഷൻ, നമ്മൾ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ജോണ്ടിസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു പ്രസൻറ്റേഷൻ ഉണ്ടാവാം. അതാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ആ ഒരു രീതിയിലുള്ള ലക്ഷണങ്ങളും ആ വ്യക്തിക്ക് അനുഭവപ്പെടാം. വേറെ ഒരു സിംറ്റം എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലഡ് വെസൽസ് ഒക്കെ നല്ലോണം പ്രോമിനൻ്റ് ആയിട്ട് വയറിലും മറ്റു ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും സീരിയസ് ആയ കുറേ ലക്ഷണങ്ങളടങ്ങിയ ഒരു ഡിസീസാണ് ഈ ഫാറ്റി ലിവർ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞ വീഡിയോസിലുള്ള റിസ്ക് ഫാക്ടേഴ്സ്, ഈ ഫാറ്റി ലിവറിൻ്റെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്ന ഒബീസിറ്റി, ഡയബറ്റിസ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഒരു അബ്ഡമൻ സ്കാനോ എന്തെങ്കിലും ഒരു 6 മാസം കൂടുമ്പോൾ എടുത്ത് ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. താങ്ക് യു.